ഇന്ധന സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് വരും ഭാവിയിൽ E100 എഥനോൾ ഇന്ധനത്തിന്റെ ഉപയോഗം രാജ്യവ്യാപകമായി പ്രാബല്യത്തിലാക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ധന ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറിച്ച് ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ കൂടുതൽ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. എഥനോൾ അധിഷ്ഠിത ഇന്ധനങ്ങൾ രാജ്യത്തെങ്ങും നിലവിൽ ചർച്ചയായിരിക്കുന്ന വേളയിൽ ഭാവിയിൽ 100% എഥനോൾ ഇന്ധന ഉപയോഗം സാധ്യമാക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഗ്രീൻ എനർജിയുടെ ഗ്രീൻ ട്രാൻസ്പോർട്ട് കോൺക്ലേവിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന എണ്ണവിലയിലെ അനിശ്ചിതത്വങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് എഥനോൾ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വിശദീകരിച്ചത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക എന്നതും ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. E100 ഇന്ധനം വ്യാപകമാവുകയാണെങ്കിൽ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. ഭാവിയിൽ ഇന്ധന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ എഥനോൾ വലിയ പങ്ക് വഹിക്കുമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വിശദീകരിക്കുന്നത്. നിലവിൽ ബ്രസീലിൽ മാത്രമാണ് 100% എഥനോൾ അടങ്ങിയ E100 ഇന്ധനം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതേസമയം സ്വീഡൻ പോലുള്ള ചില രാജ്യങ്ങളിൽ E85 ഇന്ധനവും നിലവിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ E5 മുതൽ E10 വരെ ഇന്ധനം പ്രചാരത്തിലുണ്ട്. വളരെ ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധന മിശ്രിതമാണ് E100. സാധാരണയായി 95 മുതൽ 100% വരെ എഥനോളാണ് ഈ ഇന്ധനത്തിൽ അടങ്ങിയിരിക്കുക. ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച എഥനോൾ 100 ഇന്ധനത്തിൽ ഏകദേശം 93%-ലധികം എഥനോൾ അടങ്ങിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ചെറിയ അളവിൽ പെട്രോളും മറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം വലിയ തോതിലുള്ള എണ്ണ ഇറക്കുമതിയാണ് നടത്തിവരുന്നത്. ഇത് വലിയ ഭാരമാണ്. എഥനോൾ പോലുള്ള ബയോ ഇന്ധനങ്ങളിലേക്ക് മാറുന്നത് ഇത്തരത്തിലുള്ള വിദേശാശ്രിതത്വം കുറയ്ക്കുന്നതിനും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാവുന്ന ഇന്ധനങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കും. കൂടാതെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇന്ധന മാർഗങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷിതമായ ഊർജ്ജഭാവിക്കും വഴിയൊരുക്കും. സമീപ വർഷങ്ങളിലായി ഇന്ത്യ ബയോ ഇന്ധന രംഗത്ത് അതിവേഗം മുന്നേറുകയാണ്. ഇതിനകം തന്നെ E20 അതായത് 20% എഥനോൾ മിശ്രിത പെട്രോൾ രാജ്യത്ത് വ്യാപകമായി ഉപയോഗത്തിലായി കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ E85, E100 പോലുള്ള ഉയർന്ന ഇന്ധന മിശ്രിതങ്ങളിലേക്ക് നീങ്ങാനുള്ള ചർച്ചകൾ ശക്തമാകുന്നത്. ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധനങ്ങളിലേക്ക് മാറാൻ വാഹന നിർമ്മാതാക്കൾക്ക് നിർണായക പങ്കുണ്ട്. എഥനോളിന്റെ സ്വഭാവം വ്യത്യസ്തമായതിനാൽ എഞ്ചിനുകളിൽ സാങ്കേതിക മാറ്റങ്ങൾ അനിവാര്യമാണ്. ഉയർന്ന സാന്ദ്രത കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എഞ്ചിനുകളും പ്രത്യേക സംവിധാനങ്ങളും വികസിപ്പിക്കേണ്ടതായുണ്ട്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നീണ്ട പ്രക്രിയയുമാണ്. ഇത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും എഥനോൾ അധിഷ്ഠിത ഇന്ധനം വലിയൊരു അവസരമാണ് തുറന്നിടുന്നത്. എഥനോൾ ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിനുകൾക്ക് കൂടുതൽ പവർ ഔട്ട്പുട്ടും മെച്ചപ്പെട്ട കാര്യക്ഷമതയും ലഭിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ ഇത്തരം ഇന്ധനം രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാകുന്നതിനാൽ വില കുറയാനും സാധ്യതയുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് എഥനോൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും വായു മലിനീകരണം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. അതിനാൽ പരിസ്ഥിതി സംരക്ഷണ ലക്ഷ്യങ്ങളുമായി യോജിച്ച ഒരു നീക്കമായും എഥനോൾ അധിഷ്ഠിത ഇന്ധനം ഉയർത്തി കാണിക്കപ്പെടുന്നു. അങ്ങനെ ഊർജ്ജ സ്വയം പര്യാപ്തതയും സാമ്പത്തിക സ്ഥിരതയും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ഊർജ്ജതന്ത്രത്തിന്റെ ഭാഗമായി വരും ഭാവിയിൽ രാജ്യം E100ലേക്ക് മാറിയേക്കാം. അത് വിജയകരമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇന്ധന രംഗത്ത് വലിയ മാറ്റമാകും സംഭവിക്കുക. വാർത്തയുടെ നിറം തേടി തനിനിറം.